സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ഓ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ഹായണ്ടറൽപ്പോടോ ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളുന്നു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, എന്നും കൂടെ ഉള്ളവൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. ദൈവം തൻ്റെ സമയത്ത് നടത്തിത്തന്ന അല്ലെങ്കിൽ നടത്തിത്തരുന്ന മറ്റൊരു മനോഹരമായ സംഭവം 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വചനം. 2 കൊരിന്ത്യർ 6:2. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി. ബൈബിൾ തുറക്കണം. പ്രസാദകാലത്ത് രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ച് ഇപ്പോഴാകുന്നു പ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. That is his beautiful time to save you, not tomorrow but today. Amen. Hallelujah. ഇന്ന് ഇപ്പോഴാകുന്നു. മദ്യപൻ, മയക്കിന് അടിമപ്പെട്ടവൻ, സീരിയലിന് അടിമപ്പെട്ടവൻ, മൊബൈലിന് അടിമപ്പെട്ടവൻ, അപ്പൻ അമ്മയുടെ വാക്ക് മറുതലിച്ച് ഇപ്പം ചാടുമെന്ന് മതിലിൻ്റെ മേൽ ഇരിക്കുന്ന പെൺകുട്ടി, അനുജ, പോകുന്നത് നാശമാണേ. ഇന്ന് മനം തിരുമ്പു. കം ബാക്ക് ടു ഗാഡ്, കം ബാക്ക് ടു ഗാഡ്. നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന മകളെ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വചനത്തിൽ ആ രക്ഷയെക്കുറിച്ച് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പർട്ടിക്കുലറായി പൗലപ്പോസ്തലൻ എഴുതുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങള് മുഴുവനും ഹല്ലേലൂയ ഭാഗികമായി രക്ഷിക്കേണ്ടതല്ല. കുറച്ച് ശരീരം, കുറച്ച് ആത്മാവ്, കുറച്ച് പ്രാണൻ. നോ, ടു സാങ്ക്ടിഫൈ യു ഹോളി ഇൻ ഫുൾ. നിങ്ങളെ മുഴുവനും രക്ഷിക്കേണ്ടതിന്, നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കേണ്ടതിന് ഇന്നാണ് സമയം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കേണ്ടതിന് 1 ശരീരം, മൺപുര, കൂടാരം, ശരീരം. 2 ആത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ്. 3 പ്രാണൻ, ദ സോൾ. പ്രാണനും ആത്മാവും ചേർന്നതാണ് ദേഹി.
അകമേ ഉള്ള മനുഷ്യൻ, ഉള്ളേ ഉള്ള മനുഷ്യൻ, ശരീരവും ആത്മാവും പ്രാണനും. ആത്മാവ് സദൃശവാക്യം 20:27 പ്രകാരം യഹോവ ദൈവത്തിന്റെ ദീപം. ആമേൻ. പ്രാണനോ ഉൽപ്പത്തി 2:7 പ്രകാരം നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ജീവശ്വാസം. ഹല്ലേലൂയ. ശരീരമോ 1 കൊരിന്ത്യർ 3:16 യഹോവ ദൈവത്തിന്റെ മന്ദിരം. ഇത് മൂന്നെയും മുഴുവനുമായി രക്ഷിക്കേണ്ടതിന് എങ്ങനെ ശരീരത്തെ അല്പം രക്ഷിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് പവറുണ്ട്. പക്ഷെ ഈ മൂന്നിനെയും എത്ര ഹൈടെക് ആസ്പത്രി ഒത്തൊരുമിച്ചാലും ഒരു മനുഷ്യന്റെ ആത്മാവിനെ തൊടുവാൻ കഴിയുകയില്ല. എത്ര MS ഡോക്ടർമാർ ഒത്തൊരുമിച്ചാലും ഒരു മനുഷ്യന്റെ ജീവനിൽ അവർക്ക് അധികാരമില്ല. ഇത് മൂന്നും ഒത്തൊരുമിച്ച് രക്ഷ നൽകുവാൻ, ശുദ്ധീകരിപ്പാൻ ബൈബിളിൽ ഒരു മാർഗമുണ്ട്. 1 കൊരിന്ത്യർ 15:2 1 കൊരിന്ത്യർ 15:2 നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. തുറക്കാമോ? ഞാൻ രക്ഷിക്കപ്പെടുന്നതുമായ പോരാ, ഞാൻ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. ഒരു മതമും നിന്നെ രക്ഷിക്കുകയില്ല, ഒരു മാക്രിയും നിന്നെ രക്ഷിക്കുകയില്ല, ഒരു ജാതിയും നിന്നെ രക്ഷിക്കുകയില്ല, ഒരു ആൾ ദൈവവും നിന്നെ രക്ഷിക്കുകയില്ല, ഒരു സ്വാമിയും നിന്നെ രക്ഷിക്കുകയില്ല. നിന്നെ രക്ഷിക്കുന്നതുമായ സുവിശേഷം. വാട്ട് ഡു യു മീൻ ബൈ ഗോസ്പൽ? 2 തിമോത്തിയുസ് 2:8 തന്റെ പ്രിയ ശിഷ്യൻ തിമോത്തിയുസിന് പൗലോസ് എഴുതുന്നു, നിനക്ക് വേണ്ടി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുക, അതാണ് എന്റെ സുവിശേഷം. ആമേൻ. ഒരു പരിപാടിയും വേണ്ട. ഈ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സഹോദര സഹോദരി ഒരു പരിപാടിയും വേണ്ട. തോറ്റുപോകും. നീ പോകുന്നത് അട്ടർ ഇരുളിലായിരിക്കും. ഇവൻ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കോവണി. ഡോണ്ട് റിജക്റ്റ് ഹിം. ഈ കർത്താവിനെ നീ തള്ളിക്കളയരുത്. അവന് ഓർത്തുകൊള്ളുക. ഈ സുവിശേഷം എന്നുള്ള യേശുക്രിസ്തു എന്നുള്ള വചനം. ആമേൻ. വചനത്തിന് ഒരു പവറുണ്ട്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള 3 ഘടകങ്ങൾ: ആത്മാവ്, പ്രാണൻ, ശരീരം. മൂന്നിനെയും ഒന്നുപോലെ തൊട്ട് ഉണർത്തി കഴുകി ശുദ്ധീകരിച്ചു രക്ഷിക്കും. ആമേൻ. മറ്റാർക്കും കഴിയുകയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എബ്രായർ 4:12 പ്രാണനെയും ആത്മാവിനെയും സദ്ധി മജ്ജകളെയും അഥവാ ശരീരത്തെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്ഷയുടെ മനോഹരമായ ദിവസം, ദൈവത്തിൻ്റെ സമയം നാളെയല്ല, ഇന്ന്, ഇപ്പോൾ ആകുന്ന രക്ഷാ ദിവസം. Kiss you, Jesus. I kiss you, Jesus. I kiss you, Jesus from my heart. എബ്രായർ 9:27
ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. നിത്യത, നിശ്ചയം. സഭാപ്രസംഗി 3:11. എറ്റേണിറ്റി, ഇറ്റ് ഈസ് ഷുവർ. സ്വർഗം നിശ്ചയം. സ്വർഗം നിശ്ചയമാണെങ്കിൽ നരകവും നിശ്ചയം. സങ്കീർത്തനക്കാരൻ എഴുതുന്നു 111:8, വചനം നിശ്ചയം, നിത്യത നിശ്ചയം. സ്വർഗം നിശ്ചയം, നരകം നിശ്ചയം, ദൈവവചനം നിശ്ചയം. അതേക്കാൾ ഉത്തമഗീതം 8:6 ഭയങ്കരമായി എഴുതുന്ന, the death is very strong. The death is very strong than love. പ്രേമത്തെക്കാൾ മരണം ബലത്തത്. ആമേൻ. മരണം നിശ്ചയം. എബ്രായർ 9:27. എന്താണ് മരണം? പൊടിയിൽ നെടുക്കപ്പെട്ട ഈ ശരീരം എന്നുള്ള പൊടി ഭൂമിയിലേക്കും ഇതിൻ്റെ ഉള്ളേ ഉള്ള ആത്മാവ് അഖിലേണ്ട സ്ഥലത്തിൻ്റെ ദൈവമായ പരമാത്മാവിൻ്റെ അടുക്കലും പോകുന്ന സംഭവമാണ് മരണം. ആമേ. ശരീരം ഭൂമിയിലേക്ക്, കല്ലറയിലേക്ക്, ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ ആണ്ടവൻ്റെ അടുക്കൽ പോകുന്ന സംഭവമാണ് മരണം. ആമേൻ. സങ്കീർത്തനം 146:4, സഭാപ്രസംഗി 9:5, സങ്കീർത്തനം 73:26 മരണമെന്നാൽ നിരൂപണവും ഓർമ്മയും നശിക്കും. സങ്കീർത്തനക്കാരൻ എഴുതുന്നു ഹാർട്ട് ഫെയിലാകുന്നത് 73:26. ഹൃദയം ക്ഷയിക്കും, ഓർമ്മയും നിലവുകളും നിരൂപണങ്ങളും ക്ഷയിക്കും, നശിക്കും. അതാണ് മരണം. എപ്പോൾ വേണമെങ്കിലും പോകാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? പോകുന്നത് എവിടെ? വിട്ടു പിരിഞ്ഞ്. ഫിലിപ്പിയർ 1:23 ക്രിസ്തുവോട് കൂടെ. അത് നഷ്ടമല്ല, ലാഭമാണ്. ആമേൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം അരുളി ചെയ്യുന്ന, ഞാൻ മുഖാന്തരം നിന്റെ ആയുസിന്റെ നാളുകൾ പെരുകും. ഇഷ്ടപ്പെട്ടില്ലേ വചനം? ഇത് തേടി കണ്ടുപിടിച്ചതാ. 3 നാളായി ഈ വചനം കണ്ടുപിടിക്കാൻ. സദൃശവാക്യം 9:11 സദൃശവാക്യം 9:11 കിങ് ശലോമോൻ എഴുതുന്നു, ദൈവം മുഖാന്തരം നിന്റെ ആയുസിന്റെ നാളുകൾ പെരുകും. ദൈവഭക്തി മുഖാന്തരം, ദൈവമുഖാന്തരം. സദൃശവാക്യം 10:27 വചനത്തിൽ അതേ റിപ്പറ്റീഷൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവഭക്തന് ആയുസിന്റെ നാളുകൾ പെരുകും. അതേ വചനത്തിൽ ദുഷ്ടന് നാളുകൾ കുറയും. ആമേൻ. ഇതിൽ എക്സംഷൻ ഉണ്ട്. അതാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. ഇതിൽ ഒരു വള്ളിപുള്ളി വിട്ടുകളയരുത്. ഭയങ്കര വചനങ്ങളാണ്. ദൈവമുഖാന്തരം ആയുസ് കൂടും, ദുഷ്ടന് ആയുസ് കുറയും. സഭാപ്രസംഗി 8:14 വചനത്തിൽ ഒരു മായായതിലുണ്ട്. ചിലപ്പോൾ നീതിമാന്റെ ജീവിതത്തിൽ ദുഷ്ടന് ഭവിക്കുന്നതും ദുഷ്ടന്റെ ജീവിതത്തിൽ നീതിമാന് ഭവിക്കുന്നതും ഭൂമിയിൽ സംഭവിക്കാറുണ്ട്. അത് മായ. അത് എങ്ങനെ? ബൈബിൾ 2 എക്സംഷൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ചിലപ്പോൾ അനർത്ഥത്തിൽ നിന്ന്, ഭാവിയിൽ വരുന്ന അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് നീതിമാന്മാരെ ദൈവം പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കും.
57:1. ചിലപ്പോൾ ദൈവത്തെ അറിയേണ്ടതിന് ദുഷ്ടന് 119 വയസ്സ് വരെ ദൈവം കൊടുത്തെന്നായി. മനസ്സിലായോ? അതുകൊണ്ട് കരുക്ക് വെള്ളവും കോഴി ഇറച്ചിയും വൈനും സാപ്പിട്ട് ആളുകളുടെ ടാക്സ് പണത്തെ മുടിച്ച് തിന്ന് 110 കഴിഞ്ഞിട്ടും ഉരുട്ടി പുരട്ടി ചാകാതെ കിടക്കുന്നവനെ നീതിമാൻ ദൈവം അനുഗ്രഹിച്ച് കണ്ടില്ലയോ എന്ന് നീ പറയരുത്. ഇത്ര നീട്ടിക്കൊടുത്തെങ്കിലും എന്നെ അവൻ അറിയുമോ എന്നുള്ളതിനാണ് ഇതിനെ നീട്ടിയിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും വചനമാണ്, ഇഷ്ടപ്പെട്ടേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്പർ 1, 57:1 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ അവൻ ഒഴുകിപ്പോകും. അപ്പോൾ ചിലപ്പോൾ ആയുസ് കുറഞ്ഞെന്നായി നീതിമാന്, ചിലപ്പോൾ എക്സംഷൻ. ഹെസക്കിയ ഏറ്റവും നല്ല ഉദാഹരണം. ചെറുപ്പപ്രായത്തിൽ ഒരു കുഞ്ഞിൻ്റെ കാല് കാണുവാൻ ഹെസക്കിയ ദാഹിച്ചിരുന്ന്, ഞാൻ സമാധാനത്തിനായി കാത്തിരുന്ന്, വന്നതോ കയ്പ്. In his young age, God called him for eternity. It was the appointed time. അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള സമയമായിരുന്നു. രോഗം കൊടുത്ത് അങ്ങോട്ട് ദൈവം വിളിച്ചു. അനർത്ഥം കാണും മുമ്പ് നീതിമാൻ ചിലപ്പോൾ ഒഴിഞ്ഞു പോകും. ബൈബിൾ വചനം കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മാറിലെ പാല്. ചെറുപ്പക്കാർക്ക് ഈ വചനം സൃഷ്ടിതാവും. അധ്യാപകന് ഇതൊരു സർവകലാശാല. ദേശം ഭരിക്കുന്ന പ്രൈം മിനിസ്റ്ററിന് ഇതാണ് പാർലമെൻറ്റും കോൺസ്റ്റിറ്റ്യൂഷനും. ഇതാണ് പാർലമെൻറ്റും കോൺസ്റ്റിറ്റ്യൂഷനും. ഇത് വിട്ടു മാറിയാൽ പിടിച്ച് നിന്നെന്ന് വരാം, ശിക്ഷ ഭയങ്കരമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ സത്യം, ഈ മർമ്മം, സുവിശേഷം എന്നുള്ള മർമ്മം റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 19, 20, 21 വചനങ്ങൾ എല്ലാവരും ബൈബിൾ താളെടുത്ത് വരയ്ക്കണം. വീട്ടിൽ പോയി 10 പ്രാവശ്യങ്ങൾ വായിക്കണം. ഇത് അറിഞ്ഞില്ല ബ്രദറേ, ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളല്ലേ, ഇത് അറിഞ്ഞില്ലേ എന്ന് ആരും പറയരുത്. അവിടെ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തും, നോ എക്സ്ക്യൂസ്. അവർക്ക് പ്രതിവാദമില്ല. കാരണം അദർശ്യനായ ദൈവം, അതിലുണ്ട് ഭയങ്കര വചനങ്ങളാണ്. അദർശ്യനായ ദൈവം തൻ്റെ നിത്യ ശക്തിയും ദൈവത്വവും ലോക സൃഷ്ടി മുതൽ, ആമേൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് അറിഞ്ഞില്ല, യേശുവിനെ കുറിച്ച് കേട്ടില്ല എന്ന് കേൾക്കാത്തവനും പറയുവാൻ പറ്റത്തില്ല. അവന്റെ ഉള്ളിലെ മനസാക്ഷിയുടെ ഉള്ളിൽ ശരിക്കുമുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഗ്രാമർ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. അത് അവൻ അറിഞ്ഞേ മതിയാവുകയുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? റോമർ 1-ാം അധ്യായം 19, 20, 21 അവിടെ സ്ട്രോങ് ആയുള്ള വചനം, നിനക്ക് വേറെ പ്രതിവിധി ഇല്ല എന്നാണ്. ആർഗ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ലോകസ്ഥാപനം മുതൽ നിന്റെ ഉള്ളിൽ സത്യം ഏതെന്ന് അറിയുവാനുള്ള ബുദ്ധിയെ ഞാൻ വച്ചിട്ടുണ്ട്. ദൈവം അരുളി ചെയ്യുന്നത്, നോ എക്സ്ക്യൂസ്. അതുകൊണ്ടാണ്
ഹെസക്കിയാ മൂക്കിൻ്റെ മുകളിൽ വെള്ളം കയറിയപ്പോഴും അവൻ്റെ രാജ്യത്തെ ഉപരോധിച്ച് യുദ്ധത്തിന് വന്ന ശത്രു രാജാവ് തൻ്റെ മൂക്കിൽ കൈവച്ച് പറയുന്നു, ഓ ഇവൻ ആശ്രയിക്കുന്ന ആശ്രയം എന്ത്? 2 രാജാക്കന്മാർ 18-19. ശത്രുക്കൾ ഉപരോധമുണ്ടാക്കി അനങ്ങാൻ പറ്റത്തില്ല. അപ്പോഴും ഹെസക്കിയ പറയുന്നു, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു 2 രാജാക്കന്മാർ 18-15 ദൈവമേ നീ ഒരുവൻ മാത്രം സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.